ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഗ്രോ ബാഗിൽ തക്കാളിത്തൈകൾ നടുന്നൊരു വീഡിയോയാണ്. ഇതുപോലെ നല്ല രീതിയിൽ തക്കാളി ചെടിയിൽ പൂക്കളും കായ്കളും ഉണ്ടാവാനായിട്ട് ഞാൻ ഗ്രോ ബാഗ് നിറക്കുന്ന രീതിയും അതുപോലെ അതിൻ്റെ പൊട്ടി മിക്സും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഞാനിവിടെ ഗ്രോ ബാഗ് നിറക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കരിയില കമ്പോസ്റ്റാണ്. ഇത് കണ്ടോ, നല്ല ഉണങ്ങിപ്പൊടിഞ്ഞ കരിയില കമ്പോസ്റ്റാണ്. ഞാനിവിടെ പ്ലാസ്റ്റിക്കിൻ്റെ ചാക്കിലാണ് ഈ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കാറ്. ആദ്യം തന്നെ ചാക്കിൽ ഒരു 1/4 ഭാഗത്തോളം ഉണങ്ങിയ കരിയിലകൾ നിറച്ച് കൊടുക്കും. അതിൻ്റെ മുകളിലോട്ട് കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുക്കും. ഓവർ മണ്ണുണ്ടാവില്ല കേട്ടോ, ഇതിൽ കുറച്ച് മണ്ണേ ഉണ്ടാവുള്ളൂ. പിന്നെ ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു മണ്ണായി, നല്ല ഇളക്കമുള്ള നല്ല വളക്കൂറുള്ളൊരു മണ്ണായി മാറും. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ അടുക്കളയിൽ വേസ്റ്റായി വരുന്ന വിറക് കത്തിച്ച ചാരം, അതുപോലെ തന്നെ ഉള്ളിത്തൊലി, മുട്ടയുടെ തോട്, സവാളയുടെ തോല് എല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാറുണ്ട്. ഇതെല്ലാം കൂടെ നല്ല പൊടിഞ്ഞ് നല്ലൊരു അടിപൊളി വളമായി തീരും. അങ്ങനെ വളമായതിന് ശേഷം ഇതുപോലെ ഗ്രോ ബാഗ് നിറക്കുമ്പോൾ തൈകൾ നടാനായിട്ടാണ് ഞാനിത് എടുക്കാറ്. അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഗ്രോ ബാഗാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലെ വെള്ളം വാർന്ന് പോകാനുള്ള ഹോളുണ്ടോ എന്നൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക ഗ്രോ ബാഗ് എടുക്കുമ്പോൾ. അപ്പോൾ ഗ്രോ ബാഗിന് ഹോളില്ലെങ്കിൽ അത് ചുറ്റുഭാഗത്തും 4-5 ഹോളൊക്കെ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ വെള്ളം കെട്ടി നിന്ന് ചെടി നശിച്ചു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഗ്രോ ബാഗിൻ്റെ ഈ മുകൾ ഭാഗം ഞാൻ ഒരു മടക്ക് ഇങ്ങനെ മടക്കി വെച്ച് ഇതിലോട്ട് നമുക്ക് ഈ കരിയില കമ്പോസ്റ്റ് ഒരു 1/4 ഭാഗത്തോളം നിറച്ച് കൊടുക്കാം. ഗ്രോ ബാഗ് നിറച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഒന്നുകിൽ അരഭാഗം അല്ലെങ്കിൽ ഒരു 1/4 ഭാഗം നമുക്ക് ഈ പൊട്ടി മിക്സ് നിറച്ച് കൊടുക്കാം. എന്നിട്ട് വേണം തൈകൾ നടാനായിട്ട്. പിന്നെ നമ്മുടെ ചെടികൾ വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളവും മണ്ണും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ മഴയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് കരിയിലൊക്കെ വാരി വെച്ച് ചാക്കിൽ ഇങ്ങനെ ഇട്ട് വെച്ചതായിരുന്നു ഇട്ടത്. അപ്പോൾ നമുക്ക് ഈ മഴക്കാലത്തൊക്കെ ചെടികൾ നടാനൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ കമ്പോസ്റ്റൊക്കെ ഉണ്ടാക്കി വെച്ചതുണ്ടെങ്കിൽ ഇതിൽ തന്നെ നട്ട് കൊടുത്താൽ മതി. നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരും. അപ്പോൾ ഇതാ ഇത്രയും ഞാൻ ഈ ഒരു ഗ്രോ ബാഗിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതുപോലെ തന്നെ ഇനി നിങ്ങളുടെ കയ്യിൽ ഗ്രോ ബാഗ് ഇല്ലെങ്കിൽ ഇതുപോലുള്ള സിമെൻറ്റിൻ്റെ ചാക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊക്കെ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഈ 2 ഗ്രോ ബാഗിലായിട്ട് ഞാനിത് നിറച്ച് കൊടുത്തു. ഇനി നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് ചാണകപ്പൊടി, അതിൻ്റെ കൂടെ കുറച്ച് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഞാനിവിടെ എല്ലാം കൂടെ മിക്സാക്കിയ ഒരു ജൈവവളം ഇട്ടത്. ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക് എല്ലാം കൂടി അടങ്ങിയ ഒരു വളമാണിത്. അത് ഇതിലോട്ട് കുറച്ചിട്ട് കൊടുത്ത് നനച്ചിട്ട് കൊടുക്കുകയാണ്. ഈ വളത്തിൻ്റെ ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലോട്ട് തൈകൾ നട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഈ കരിയില കമ്പോസ്റ്റ് ആയാലുള്ളൊരു ഗുണം നല്ല ഇളക്കം ഉണ്ടാവും. മണ്ണൊന്നും തറഞ്ഞു പോകില്ല. അതുപോലെ തന്നെ നമ്മുടെ ചെടികളൊക്കെ വേരോടാനൊക്കെ ഒത്തിരി നല്ലതാണ്. ഇതുപോലെ ഇളക്കമുള്ള വളക്കൂറുള്ള മണ്ണിലൊക്കെ നട്ട് കൊടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള ഗ്രോ ബാഗ് ആയതുകൊണ്ട് തന്നെ 2 തൈകൾ വെച്ചാണ് കേട്ടോ നട്ട് കൊടുക്കുന്നത് തക്കാളിയുടെ. അപ്പോൾ നമുക്കിതിലോട്ട് തക്കാളിയുടെ തൈകൾ നടുമ്പോൾ ഇത്രയും താഴ്ത്തിയിട്ട് വേണം ഇതിലോട്ട് നട്ട് കൊടുക്കാനായിട്ട്. തക്കാളി ചെടിയൊക്കെ പെട്ടെന്ന് വേര് പടർന്നു വരുന്നൊരു ചെടിയാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ തന്നെ താഴ്ത്തിയിട്ട് തൈകൾ നട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ തൈകൾ നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ എന്താണ് ചെയ്ത് കൊടുക്കാറ് എന്ന് വെച്ചാൽ സ്യൂഡോമോണസ് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. അത് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്നൊരളവിൽ കലക്കി നമുക്ക് ഇത് തൈകൾ നട്ട് കൊടുത്തതിന് ശേഷം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് കണ്ടോ, ഇതാണ് സ്യൂഡോമോണസ്. ഇതിൻ്റെ പാക്കറ്റ് നമുക്ക് എല്ലാ വളങ്ങളും വിൽക്കുന്ന കടകളിലും വാങ്ങിക്കാൻ കിട്ടും. ചെറിയ പാക്കറ്റ്, അതുപോലെ 500ൻ്റെ പാക്കറ്റ്, 1 കിലോൻ്റെ പാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് 30 രൂപയുടെ ഒരു പാക്കറ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് കൃഷിയൊക്കെ ഉള്ളവർക്ക് ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഞാനിവിടെ 2-3 ലിറ്റർ വെള്ളത്തിലോട്ട് 1 ലിറ്റർ വെള്ളത്തിലോട്ട് 20 ഗ്രാം എന്നൊരളവാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. അപ്പോൾ എല്ലാത്തിനും ഇതുപോലെയൊക്കെ ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ സ്യൂഡോമോണസ് ഇത് ഒഴിച്ച് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചെടികളെ വാട്ടരോഗത്തിൽ നിന്നൊക്കെ രക്ഷിച്ചെടുക്കാൻ ഒത്തിരി നല്ലതാണ്. നല്ല കരുത്തോടെ തന്നെ നമ്മുടെ ചെടി വളർന്നു വരും. ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ നമ്മുടെ തക്കാളി ചെടി നല്ല രീതിയിൽ കായ്ക്കുകയും പൂക്കുകയും ഒക്കെ ചെയ്യും.
ഇത് കണ്ടോ, ഞാനിവിടെ ടെറസിൽ ഗ്രോ ബാഗിലാണ് ഇതൊക്കെ കൃഷി ചെയ്തിട്ടുള്ളത്. നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇതിൽ നിന്നൊക്കെ തക്കാളി വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാനിവിടെ തക്കാളിയുടെ തൈകളായാലും മറ്റുള്ള പച്ചക്കറികളായാലും ഒക്കെ നട്ടു കൊടുക്കാറ്. ഒരുപാട് വളങ്ങളൊന്നും കടയിൽ നിന്ന് വലിയ വില കൊടുത്തൊന്നും വാങ്ങിക്കാറില്ല. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നല്ല അടിപൊളിയായിട്ട് വളങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം.